ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉച്ച കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ, അതായത് ഉച്ച കഴിഞ്ഞില്ല, നാളത്തെ വീഡിയോ ആണ് കേട്ടോ പറയുന്നത്. അപ്പം ഇന്നത്തെ എന്താണ് വീഡിയോ എന്നുള്ളത് ഞാൻ നേരത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പം അതിൻ്റെ ബാക്കിയായിട്ടാണ് പറയാൻ പോകുന്നത്. അങ്ങനെ ആദർശ് ഓഫീസിലേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ ദേവയാനി വീട്ടിൽ പറയുന്നുണ്ട്, കർശനമായിട്ട് എല്ലാവരും പറയാണ്, ഇനി ആരും തന്നെ നയനോട് മിണ്ടാൻ പാടില്ല, ഇത് എൻ്റെ ഓർഡറാണെന്ന് പറഞ്ഞിട്ട് ദേവയാനി ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആലോചിക്കുകയാണ്. ജലജ പറയുന്നു, ഞങ്ങളൊന്നും മിണ്ടാൻ പോകുന്നില്ല, അവളോട് ഞാൻ മിണ്ടാൻ എനിക്ക് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി ഇങ്ങനെ വല്ലാണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആരും മിണ്ടരുതെന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി മിണ്ടാൻ പാടില്ലല്ലോ. അതുകൊണ്ട് മുത്തശ്ശി എന്ത് ചെയ്യണമെന്ന് അറിയാൻ ഇങ്ങനെ ആപ്പാടെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ നയനയാണെങ്കിൽ അവളുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഈ സമയത്ത് ഈ നന്ദു എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നന്ദു അച്ഛൻ പറയാണ്, ഞാൻ കുറേ നേരം കൊണ്ട് നയനെ വിളിക്കുകയാണ്, അവളുടെ ഫോൺ കിട്ടുന്നില്ല, വിളിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ നന്ദു ചോദിക്കുകയാണ്, അച്ഛൻ എന്തായി പറഞ്ഞത്, ഇത്രയും വലിയ ഓർഡർ അല്ലേ, അത് ചേച്ചികൾ വന്നില്ലെങ്കിൽ എങ്ങനെ നടക്കുക എന്ന് ചോദിക്കുമ്പോൾ, വേണ്ട മോളെ, അതാ നല്ലത്, അവളുടെ ജീവിതം കൊണ്ട് നമ്മൾ കാരണം നശിച്ചു പോകണ്ട എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും കനക പറയാണ്, അതെ അച്ഛൻ പറഞ്ഞ മോളെ ശരി, ഇനി എന്തായാലും നമ്മൾ ചേച്ചിയെ വിളിക്കണ്ട, ചേച്ചിനെ വിളിക്കുന്നത് മൂലം അവളുടെ ജീവിതത്തിനാണ് അതൊക്കെ ദോഷം ചെയ്യുന്നത്, പാവം നമ്മളെ ഒന്ന് സഹായിച്ചിട്ട് അവൾ എന്തുമാത്രം ഇപ്പം അനുഭവിക്കുന്നുണ്ടായിരിക്കും, അതുകൊണ്ട് ഇനി അവളോടൊന്ന് പണി ചെയ്യണ്ട. അപ്പം അച്ഛൻ പറയാണ്, നീ അവിടെ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ തിരിച്ച് പറഞ്ഞ് അയക്കുമെന്ന് പറയുന്നതും കേട്ടുകൊണ്ട് നയനെ വന്നിട്ട് ഓട്ടോയിൽ നിന്ന് ഇറങ്ങണം. എന്നെ തിരിച്ച് പറഞ്ഞ് അയക്കു വച്ചാന്ന് ചോദിക്കുമ്പോൾ, മോള് വന്നോ, ദയവ് ചെയ്ത് മോൾ ഇനി ഇങ്ങോട്ട് വരുമോ, ജോലി ചെയ്യുമോ, ഒന്നും ചെയ്യണ്ട, മോളുടെ വീട്ടിലേക്ക് പൊക്കോ, നിങ്ങൾ രണ്ടുപേരെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കുന്നത് ഞങ്ങൾക്ക് കാണണം, ഈ ഓർഡർ ഞാൻ എങ്ങനെയെങ്കിലും ശരിയാക്കിക്കോളാം എന്ന് പറയുമ്പോൾ നയനെ പറയണം, അച്ഛൻ പറയുന്നത് പോലെ അച്ഛന് തന്നെ അറിയാം ഇന്ന സമയത്തുള്ളിൽ ഞാനോടില്ലെങ്കിൽ ഈ വർക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ലെന്ന്, പിന്നെ എന്തിനാ അച്ഛൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അച്ഛൻ പറയാണ്, മോളുടെ ജീവിതം ഓർത്ത് മാത്രമാണ് മോള് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് മോളുടെ ജീവിതം ഇല്ലാതാക്കരുതെന്ന് പറയുമ്പോൾ നയനെ പറയാണ്, മുത്തശ്ശിയോടും അനുഗ്രഹം മേടിച്ചിട്ട് ഞാൻ വന്നത്. അപ്പോഴേക്കും കനക പറയണം, മുത്തശ്ശിയോടോ, ഓഹോ, അപ്പം എനിക്ക് മനസ്സിലായി, നിന്റെ ഭർത്താവും നിന്റെ അമ്മായിമ്മയും സമ്മതിച്ചിട്ടോ അവർ അനുവാദം ചോദിച്ചിട്ടോ അല്ല നീ വന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ നയനെ പറയാണ്, മുത്തശ്ശൻ സമ്മതിച്ചിട്ടുണ്ട്, എനിക്കത് മാത്രം മതി എന്ന് പറയാണ് കേട്ടോ. ഈ വർക്ക് എന്തായാലും ഞാൻ ചെയ്യണം, അത് മാത്രമല്ല നമുക്ക് തന്നിട്ടുള്ള കൃഷ്ണമൂർത്തിയാണെങ്കിൽ നമ്മളെ വിശ്വസിച്ച് മാത്രമാണ് ഇത്രയും വലിയ ഓർഡർ അദ്ദേഹം തന്നത്, ഇനി നമ്മളത് ക്യാൻസലാക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കുട്ടികളും ഭാര്യയും ഒക്കെ ആയിട്ട് പെരുവഴിയിൽ ഇറങ്ങി നിൽക്കും, നമ്മൾ കാരണം മറ്റൊരാളുടെ ജീവിതം കൂടെ പോകാൻ പാടില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും വർക്ക് ഞാൻ പൂർത്തീകരിച്ച് തരും എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവരെ നിർബന്ധിച്ച് നയന അകത്തേക്ക് കയറാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, അതേ അച്ഛ, ചേച്ചി പറഞ്ഞത് ശരിയാ, അല്ലെങ്കിൽ അദ്ദേഹവും നമ്മൾ കാരണം ബുദ്ധിമുട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവര് നയന അകത്തേക്ക് പോയിട്ട് അവരുടെ വർക്കൊക്കെ ആരംഭിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആദി ഓഫീസിലേക്ക് ചെല്ലുന്ന സമയത്ത് ആദിനെ ഒരു NRI ക്ലയന്റ് വിളിക്കാൻ കേട്ടോ. ക്ലയന്റ് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ആദ്യം ഒരു കാര്യം പറയാനുണ്ട്, ആ ഒരു ജ്വല്ലറി ഡിസൈനിൽ കുറച്ച് കറക്ഷൻ വേണം, അതായത് ആ ഡിസൈൻ ഒന്നും മാറ്റണ്ട, കുറച്ച് അതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്, അതിന് നിങ്ങളുടെ നയന ഡിസൈനറെ തന്നെ വിളിക്കാവോ, ഇന്ന് തന്നെ ചെയ്ത് തരണമെന്ന് പറയുമ്പോഴേക്കും ആദ്യം ആലോചിക്കുകയാണ്, ഈശ്വര, ഈ സമയത്ത് തന്നെ ഇയാളെ വിളിച്ചിട്ട് നയനെ അന്വേഷിക്കുകയാണല്ലോ, ഞാൻ എന്ത് ചെയ്യും സാർ, നയന ലീവിലാണ്, അതുകൊണ്ട് അതിൻ്റെ കറക്ഷൻ ചെയ്ത് ഞാൻ എങ്ങനെയെങ്കിലും അത് ശരിയാക്കി തരാമെന്ന് പറയുമ്പോൾ, അയ്യോ പറ്റില്ല, നയന തന്നെ അത് ചെയ്യണം, അതേ ഡിസൈനിൽ തന്നെ അവൾ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ, നാളെ തന്നെ ഞങ്ങൾക്ക് കിട്ടണം സുരൻ ആദ്യം എന്ന് പറയുമ്പോൾ, ഓക്കെ സാർ, ഞാനത് ശരിയാക്കി തരാം എന്നും പറഞ്ഞിട്ട് ആദ്യം ഫോണ് കട്ടാക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നതെന്ന് ആലോചിച്ചിട്ട് പവിത്രയെ വിളിക്കുന്നു. അപ്പോൾ പവിത്ര വരുമ്പോഴത്തേന് പവിത്ര പറയാണ്, സാർ, ഈ ഒരു പ്രൊജക്റ്റ് എല്ലാം തന്നെ നയനയുടെ മെയിലിലാണ് ഉള്ളത്, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല സാർ. അപ്പോഴേക്കും ആദ്യം ചോദിക്കുകയാണ്, പിന്നെ നീയൊക്കെ ഇവിടെ എന്തിനാണ് ഇരിക്കുന്നത്, കസേരട്ട് തേക്കാനോ, നീ ക്യാഷ് മേടിക്കുന്നുണ്ടല്ലോ മാസം ഡിസൈനറാന്ന് പറഞ്ഞിട്ട് ഒരു ഡിസൈനിൽ നീ മെച്ചപ്പെടുത്തി ഇതുവരെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വഴക്ക് പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, സാർ, അങ്ങനെയാണെങ്കിൽ നയന മേഡത്തിനെ വിളിച്ചിട്ട് ഞാൻ ഇത്രപ്പെടുത്ത് വരാൻ പറയാം, നയനെ വിളിക്കാനാണെങ്കിൽ നിന്നോട് പറഞ്ഞ കാര്യമുണ്ടോ, എനിക്ക് അവളെ വിളിച്ചാൽ പോരെ, നയനയുടെ അഡ്വൈസ് ചോദിക്കാനല്ലോ നിന്നെ വിളിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടുമ്പം പവിത്ര ഇടുന്ന കാര്യമാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ മര്യാദയ്ക്ക് ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു പറഞ്ഞിട്ട് ആദർശ് ദേഷ്യപ്പെട്ട് അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടുകയാണ്. അങ്ങനെ അവളെ കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. ഈശ്വര, ഈ സമയത്ത് തന്നെ അവളുടെ കാര്യം പറയാണല്ലോ, ഞാൻ എന്താ ചെയ്യുക, ഇങ്ങനെ പോയാൽ ആ ക്ലയൻറ്റ് നമ്മളൊന്ന് മിസ്സായി പോകുമല്ലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ആദർശ് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. ഇതേ സമയത്ത് തന്നെ കാണിക്കുന്നത് നയന വീട്ടിൽ നിന്നും തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോയ്ക്ക് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് കുറേ ഗുണ്ടകൾ, കുറേ റൗഡികൾ, പൂവാലന്മാരൊക്കെ വന്നിട്ട് നയനെ ശല്യപ്പെടുത്തുന്നുണ്ട്. ആഹാ, എന്താ മോളെ, എങ്ങോട്ടാ പോകുന്നത്, കൊള്ളാലോ, നല്ല കോഴിക്കുഞ്ഞിനെ പോലെ ഉണ്ട്, ഞങ്ങളോട് വരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും കൂട്ടത്തിലുള്ള മറ്റൊരാൾ പറയാണ്, അതെ, പുതിയ ബൈക്കാ, സർവീസ് ചെയ്തിന് വന്നതേ ഉള്ളൂ, നന്നായിട്ട് ഓടുമ്പോളെ, വാ നമുക്ക് പോകാമെന്ന് പറയുന്നു. മറ്റുള്ള പറയണം, ഞങ്ങൾ 3 പേരുണ്ട്, നീങ്ങളോ നമുക്ക് 4ആയിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ നയനക്ക് എന്ത് പറഞ്ഞെന്നറിയാതെ ഞാനവിടെ ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും അവർ വീണ്ടും വട്ടം വെക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആദർശ് അങ്ങോട്ടേക്ക് ഓഫീസിൽ നിന്നും തിരിച്ചു പോകുന്ന വഴിക്കാണ് കേട്ടോ.
ഇങ്ങനെ തിരിച്ചു വരികയായിരുന്നു. ഈ സമയത്ത് അവൻ ഇത് കാണുന്നുണ്ട്. ദൂരെ നിന്ന് തന്നെ അവൻ അവളുടെ അടുത്ത് വന്നിട്ട് വണ്ടി ഇങ്ങനെ നിർത്തുന്നുണ്ട്. അപ്പോഴേക്കും അവന്മാര് ഇടാടാ ആരോ വന്നു, വാ നമുക്ക് എസ്കേപ്പ് ആന്ന് പറഞ്ഞിട്ട് അവന്മാര് മൂന്നും ബൈക്കിൽ കയറി പോകാൻ വേണ്ടിയിട്ട് ബൈക്ക് ഉരുട്ടി കൊണ്ടുപോകണം. ഈ സമയത്ത് ആദർശ് മനസ്സിൽ കരുതുകയാണ്, എന്താ ഇനി മഹാറാണി അമ്മേനെ എഴുന്നള്ളിച്ചാലേ വണ്ടിക്കകത്ത് കയറുള്ളൂ, ഇവക്ക് കയറിക്കൂടെ എന്നിങ്ങനെ മനസ്സിലാലോചിക്കുകയാണ്. അപ്പോഴേക്കും നയന ഇപ്പോൾ ഇറങ്ങി വന്ന് എന്നെ ഇദ്ദേഹം സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് എന്നെ ഭാര്യയുടെ ഇഷ്ടമാണ്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും അദ്ദേഹം ഞാൻ അംഗീകരിക്കില്ല എന്ന് മനസ്സിൽ പറഞ്ഞ് നിൽക്കുകയാണ്. ഒരു തവണയെങ്കിലും എന്നെ ഒന്ന് വിളിച്ചുകൂടെ ആദർശട്ട എന്നിങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ട് നയന നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്രയും നേരം നിന്നിട്ടും നയന കയറാത്തതുകൊണ്ട് തന്നെ ആദർശ് കാറെടുത്ത് പതിയെ മൂവ് ചെയ്ത് പോവാണ്. അപ്പോൾ ഈ ആദർശ് പോകുന്ന കാണുമ്പോഴേക്കും അവന്മാർ മൂന്നോട് തിരിച്ചു വരാം കേട്ടോ. ഓഹോ, നമ്മളെക്കുറിച്ചൊക്കെ അവന് മനസ്സിലായിട്ടുണ്ടാ. പിന്നെ മോളെ ഈ ഏരിയ തന്നെ നമ്മുടെ കയ്യിലെ ഏരിയ, അതുകൊണ്ട് തന്നെ അവൻ പേടിച്ചിട്ട് പോയതാ. അവൻ വരാനൊന്നും പോകുന്നില്ല. കാറ് കണ്ടപ്പോൾ മോൾ വീണ് പോയോ, കാറിൽ സൂപ്പറാ മോളെ ഈ ബൈക്ക്, കയറി മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അവന്മാർ വരാൻ കേട്ടോ. അപ്പോഴേക്കും ആദർശ് കണ്ണുകൾക്കോട് കാണുന്നുണ്ട് ഇവന്മാരവിടെ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ. അങ്ങനെ ആദർശ് വീണ്ടും കാറ് തിരിച്ചു കൊണ്ടുവരാണ്. ബാക്കിലോട്ട് കൊണ്ടുവരാൻ കേട്ടോ. റിവേഴ്സ് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ കൊണ്ട് നിർത്തുമ്പോൾ വീണ്ടും അവന്മാർ, ഓ ഈ ചേട്ടൻ പിന്നെയും വന്നോ, താൻ വലിയ ശല്യമായി പോയല്ലോ, അമുൽ ബേബി പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അവന്മാർ ഓരോന്ന് കളിയാക്കുന്നുണ്ട് കേട്ടോ. കാറിലിരുന്ന് AC ഒക്കെ കൊണ്ട് പൊന്നുമോൻ അങ്ങ് പോട്ടെ എന്ന് പറയാണ്. എന്നിട്ട് വീണ്ടും അവന്മാർ വന്നിട്ട് അടുത്ത് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ടീസ് ചെയ്യുന്ന സമയത്ത് ആദർശ് എഴുന്നേറ്റ് വരണം കേട്ടോ. ആദർശ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്നതിന് ശേഷം അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവളുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, ആഹാ നയന വണ്ടി കയറ് എന്ന് പറയുമ്പോഴേക്കും, ആഹാ താൻ കൊള്ളാലോടോ, ഇത്ര നേരം ഞങ്ങൾ മൂന്നുപേരും കിടന്ന് കഷ്ടപ്പെട്ട് അവളെ വളച്ചുകൊണ്ടിരിക്കുക, താൻ വന്നോടനെ ഞങ്ങൾ വിളിച്ചോണ്ട് പോകാൻ ഓർത്തോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോഴേക്കും എന്നിട്ട് പറയാണ്, നീ ആരാടാ, ഇവളുടെ ഭാര്യയോ അതോ കാമുകനോ, അല്ല ഭർത്താവോ കാമുകനോ ബ്രദറോ ആരെങ്കിലും ആണോടാ ചോദിച്ചിട്ട് ആദർശം നേരെ കൈവെക്കാൻ പോകുമ്പോഴേക്കും ആദർശ് അവൻ ഒറ്റ അടിയടിച്ച് താഴെ ഇടുകയാണ് കേട്ടോ. എന്നിട്ട് നയന വന്ന് വണ്ടി കയറാനാ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് വീണ്ടും നയന ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അടുത്ത ആൾ പറയണം, കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു, മോളെ നിൽക്കി മോളെ, അവിടെ ചേട്ടൻ വന്ന് വിളിച്ചോണ്ട് അങ്ങ് പോവാണോ, നിൽക്കടാ എന്നും പറഞ്ഞിട്ട് നയനയുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. കയ്യിൽ കയറി പിടിച്ചോണ്ട് തന്നെ അവനോട് ഒറ്റ അടിയടിച്ചിട്ട് പറയാണ്, ഡാ അവളെൻ്റെ ഭാര്യയാടാന്ന് പറഞ്ഞിട്ട് അവനെ തല്ലി ചതയ്ക്കാൻ കേട്ടോ. മൂന്നാമത്തെ ആളെ ശരിക്ക് തല്ലുന്നുണ്ട്. എന്നിട്ട് എൻ്റെ ഭാര്യയുടെ മെച്ച് കൈ വെക്കാൻ മാത്രം ആയോടാ നീന്നും പറഞ്ഞിട്ട് അവന്മാരൊക്കെ തല്ലി ചതയ്ക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു വാക്ക് കേൾക്കുന്ന നയനയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. നയന മനസ്സിൽ ആഗ്രഹിച്ച പോലെ തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരികയും ചെയ്തു. അത് മാത്രമല്ലാതെ അവന്മാരുടെ എൻ്റെ ഭാര്യയാണെന്നും പറഞ്ഞിട്ട് എല്ലാവരും തല്ലുകയും ചെയ്തല്ലോ. അത് കാണുമ്പോൾ നയനയ്ക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ നയനേനെ കൂട്ടിക്കൊണ്ട് ആദർശ് തിരികെ വണ്ടിയിൽ കയറിയിട്ട് നേരെ അനന്തപുരിയിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ ഈ ബാഗ് വണ്ടിയിൽ വെച്ച് മറന്നു വെച്ചിട്ടാണ് കേട്ടോ അനന്തപുരിക്ക് അകത്തോട്ട് കയറി പോകുന്നത്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ദേവേനി എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നയനോട് മിണ്ടാൻ പാടില്ല എന്നുള്ള കാര്യം. അപ്പോൾ നയന മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ദേവയാനി വീട്ടിലുള്ള മറ്റൊരു കാണുന്ന കാഴ്ച, ഇന്നലെയും കൂടെ പിണങ്ങിയിരുന്ന ആൾക്കാർ നയനെ ചിരിച്ചുകൊണ്ട് വീടിനകത്തേക്ക് കയറി വരുന്നു. ആദർശിന്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അതേ സമയത്ത് തന്നെ ആദർശ് ഇവള് വണ്ടിക്കകത്ത് ഇതും വെച്ചിട്ട് പോയോ എന്ന് ചോദിച്ചിട്ട് അവളുടെ ബാഗുമായിട്ട് നയനയുടെ പുറകെ വരുന്നു. ഈ കാഴ്ച കാണുന്ന ദേവയാനി ഞെട്ടിപ്പോവാൻ കേട്ടോ. ആക്ച്വലി എല്ലാവരും ഞെട്ടുന്നുണ്ട്. കാരണം രാവിലെയും കൂടെ പിണങ്ങിപ്പോയ ആൾക്കാർ ഒരേ വണ്ടിയിൽ നയനയുടെ ബാഗും തൂക്കിക്കൊണ്ട് ആദർശ് വരുന്ന കാണുമ്പോൾ എല്ലാവരും ഷോക്കായി നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും വേണം നാളത്തെ എപ്പിസോഡ്. അപ്പോൾ ഇതിന്റെ ബാക്കി എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. മിസ്സാവാതിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.